എന്തായാലും ഈ മക്കൾ എനിക്ക് കിട്ടാത്ത സൗഭാഗ്യത്തിന്റെ പേരിൽ മക്കളുടെ കയ്യിലേക്ക് മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സാധനം വെച്ചു കൊടുക്കുമ്പോൾ അന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞ വാക്ക് മാത്രം ഓർമ്മിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 2 കൊല്ലമായി കേരളത്തിൽ ശരിക്കും മുഖാമുഖമുള്ള പഠനം നടന്നില്ല. കുട്ടികളുടെ കയ്യിലേക്ക് എല്ലാവരും മൊബൈൽ ഫോൺ കൊടുത്ത് ഓൺലൈനിലായിരുന്നു പഠനം. ശരിയാണോ? ഒരു സ്കൂളിൽ 2 മണിക്കൂറാണ് മിനിമം ഓൺലൈൻ പഠനം നടന്നത്. ഒന്നുകിൽ അത് വാട്സപ്പിലായിരിക്കാം, അല്ലെങ്കിൽ സൂം കോൺഫറൻസിലായിരിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലായിരിക്കാം, എന്തെങ്കിലും എക്സ് ഓർ വൈ. പക്ഷേ കേരളത്തിലെ വിദഗ്ധന്മാർ, കേരളത്തിലെ പ്രിയപ്പെട്ട മക്കൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ മിനിമം 2 മണിക്കൂറാണ് പഠിച്ചത് എങ്കിൽ കേരളത്തിലെ വിദഗ്ധന്മാർ കണ്ടുപിടിച്ച സംഗതി എന്താണെന്ന് അറിയാമോ? കേരളത്തിലെ പ്രിയപ്പെട്ട കുട്ടികൾ 20 മിനിറ്റ് മാത്രമേ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടുള്ളൂ എന്ന്. പക്ഷേ മക്കൾ 4.5 മണിക്കൂർ സമയം മൊബൈൽ ഫോൺ ഉപയോഗിച്ചു പോലും. അതായത് പഠിക്കാൻ വേണ്ടി മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എത്ര മിനിറ്റാ? 20 മിനിറ്റ്. മൊബൈൽ ഫോൺ എത്ര മിനിറ്റ് ഉപയോഗിച്ചു? 4 മണിക്കൂറും 30 മിനിറ്റും. 20 മിനിറ്റ് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ബാക്കി 4 മണിക്കൂറും 10 മിനിറ്റും നിങ്ങളുടെ മക്കൾ മൊബൈൽ ഫോണിൽ ഏത് ഭാഗത്ത് സഞ്ചരിച്ചു എന്ന് നിങ്ങൾ ഇതുവരെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മളെ കുടുംബം എന്ന രീതിയിൽ നമ്മൾ പരാജയമാവുന്നത്. ബാപ്പ നോക്കേണ്ടിയിരുന്നു മൊബൈൽ ഫോണിൽ കുട്ടി എവിടെയാ സഞ്ചരിച്ചതെന്ന്. ഉമ്മ നോക്കേണ്ടിയിരുന്നു. നിങ്ങൾ ഇതെല്ലാം പറയുകയാണെങ്കിൽ എൻ്റെ മോനും ഈ സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടാ, ആ ചക്കൻ നിങ്ങളിപ്പോ ഒന്ന് കാണണം, ഓൻ എന്തെല്ലോ പറ്റിയിട്ടുണ്ട്. ഓൻ്റെ ഒരു കയ്യിലൊരു ഫോണ്, ഒരു കയ്യിൽ പഴംപൊരി, ഒരു കാല് ചുമരുമ്മല്, ഒരു കാല് ഏടിയോ. ഒരു വികൃത ജീവിനെ പോലെയാണ് ഓനിരിക്കുന്നത്. 2 കൊല്ലം കൊണ്ട് ഓന് കിട്ടിയ സമ്മാനമാണിത്. ഓന് നട്ടല് നിവർത്തിയിരിക്കാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അത് തന്നെയാ. കേരളത്തിൽ 32% കുട്ടികൾക്കും മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിലൂടെ പരാന്ത് വന്നിട്ടുണ്ട് എന്ന്.